ഒരു ക്ലയന്റ് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ട് ചോദിച്ചു മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, എന്താണ് അവരുടെ ബിസിനസ്, അവരുടെ USP എന്താണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊന്നും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഇവര് USP മീൻസ് യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഈ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്ററിനെ അപേക്ഷിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവും. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ ക്വാളിറ്റി ആവാം, ചിലപ്പോൾ അഫോർഡബിലിറ്റി ആയിരിക്കാം. അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ആരാണ് ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് എളുപ്പമായിരിക്കും. മൂന്നാമത്, എന്താണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. ചില ക്ലയൻസിന് ബ്രാൻഡ് അവയർനെസ് ആയിരിക്കും, കൂടുതൽ ആളുകളിലേക്ക് ഇവരെ ബ്രാൻഡ്സിനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും. ചില ക്ലയൻസിന് മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് അറിയാം. അതായത് ഇവരെ ആവശ്യം, ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ വീഡിയോസോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവര് യൂണിക് സെല്ലിംഗ് പോയിന്റ് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ, നമുക്ക് എന്താണ് ഇവരെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണം, എന്നാലേ സെയിൽസ് വരുള്ളൂ, അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് CPR കുറയ്ക്കാൻ പറ്റും. CPR മീൻസ് കോസ്റ്റ് പെർ റിസൾട്ട്. അതായത് നമ്മൾ ഒരു 500 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 10 ലീഡ്സ് വന്നു. അപ്പോൾ ഒരു ലീഡിന്റെ, ഒരു റിസൾട്ടിന്റെ കോസ്റ്റിനെയാണ് CPR എന്ന് പറയാം. ഇവിടെ കോസ്റ്റ് 50 ആയിരിക്കും. അപ്പൊ 50 രൂപയാണ് CPR. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ വരുന്ന ലീഡ്സ് എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കും. സോ ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടി